കുറച്ച് ലേറ്റാണ്, എന്നാലും ഇതുപോലൊന്നിനെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യപരമായ ഒരു പ്രസ് മീറ്റ്, അതിൽ റിപ്പോർട്ടറോട് ചോദിച്ച് പണി വാങ്ങിക്കുകയാണ് നമ്മുടെ മന്ത്രി. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം, അതിനുശേഷം കാര്യത്തിലേക്ക് വരാം. അല്ലല്ല അങ്ങയോട് പറഞ്ഞ ബാക്കി ആരോടല്ല. ഹരിദാസിന്റെ വാർത്തകാരിയെ ഞാൻ പറഞ്ഞു. എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത ഞാൻ മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടിരുന്നത് മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. വ്യക്തമാക്കണ വിഷയമുണ്ടോ കാര്യം? ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്, മറ്റൊരു മാധ്യമ പ്രവർത്തകരോടുമല്ല. അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യം എനിക്കറിയാലോ. അല്ല, എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്. നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എടുത്തു തരാലോ. മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. മന്ത്രിയുടെ ഓഫീസ് എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ? കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചോ? മന്ത്രിയുടെ പോലീസല്ലേ? മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 2 ഡേറ്റ് പറഞ്ഞില്ലേ? എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആര് തന്ന പരാതിയാണ്? നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത പരാതിക്കാരുടെ പരാതിയും പൈസ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട്. പരാതിക്കാരന്റെ പരാതി അടിസ്ഥാനമാക്കി എന്റെ ഓഫീസിനെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം. പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു തന്നെയായാലും മാധ്യമപ്രവർത്തകനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലൈൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് എന്ന്. നിയമപാലകർക്ക് തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്കെതിരെ കള്ളവാർത്ത നൽകിയവരല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളോട് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. ഇവർക്കെതിരെ കള്ളവാർത്തയാണ് റിപ്പോർട്ടർ നൽകിയതെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കാൻ ഇവരുടെ കൂടെ ഉത്തരവാദിത്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കംപ്ലൈൻറ്റ് ചെയ്യുകയും അത് തെളിയിക്കുകയും ആണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അവനോട് കംപ്ലൈൻറ്റ് ചെയ്തവനോട് ദേഷ്യപ്പെടുന്നത് നല്ല സ്വഭാവമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ലേ എന്നും കൂടി നമ്മുടെ മന്ത്രി ചോദിക്കുന്നുണ്ട്. മീഡിയ പേഴ്സൺ തീർച്ചയായിട്ടും ആളുകളെ വിളിക്കും, കാരണം അവർക്ക് വേണ്ടത് ന്യൂസാണ്. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവർ എല്ലാവരെയും തന്നെ കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ മന്ത്രിയെയും തന്നെ കോൺടാക്ട് ചെയ്തേക്കാം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇനി ഇങ്ങനെ പോയാൽ നമ്മുടെ കപ്പൽ ആടി ഉലയുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ ഒരു കപ്പിത്താൻ ഇല്ലാതെ വരും എന്ന് മന്ത്രി മനസ്സിലാക്കുന്നത് നല്ലതാണ്.